റെസിൻ ആർട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ മെമ്മറീസ് നമ്മൾ ചെറിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ കൂടെ അതിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടാണ് റെസിൻ ആർട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളാസ് നമ്പർ 1 FM സ്റ്റേഷൻ ക്ലബ് FM RJ ഹീരയാണ്. എന്റെ കൂടെ റെസിൻ ആർട്ടിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോനുഷയാണ്. എന്റെ പേര് സോനുഷ. ഞാൻ കാലിക്കറ്റ് ആണ് പ്ലേസ്, പക്ഷെ ഇപ്പൊ കൊച്ചിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. റെസിൻ ആർട്ടും കാലിക്കേറ്റും പോർട്രേറ്റ്സും ഒക്കെ ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആണ്. അതെ അതെ. ഓക്കെ, അപ്പൊ വെൽക്കം ടു ദ ഷോ സോനുഷ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ റെസിൻ ആർട്ടിലേക്ക് വരാനുള്ള ഒരു എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ, അതോ ജസ്റ്റ് ഒരു പാഷൻ എന്നുള്ള സംഭവമാണോ? അതെ അതെ, ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ബാക്കിയുള്ളവർക്കും കൂടി ഒരു സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണല്ലോ, നമുക്ക് അവരുടെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതുവരെ കൊടുത്തതിൽ ഇപ്പോ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെയ്ത വർക്കിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് ചോദിച്ചാൽ ഏതായിരിക്കും? ഇപ്പൊ ഈ ഹെയറിന്റെ പറഞ്ഞില്ലേ, അത് തന്നെ. കാരണം അതായത് അച്ഛന്റെ ഹെയർ ആയിരുന്നു. അപ്പൊ ആൾക്ക് താലിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പെൻഡന്റ് ഉണ്ടാക്കിയത്. പിന്നെ അമ്മയ്ക്കൊരു പെൻഡന്റ്, പിന്നെ ചേട്ടനൊരു പെൻഡന്റ്. അങ്ങനെ ആ ഒരു ഫാമിലി മൊത്തമായിട്ട് ആ ഒരു ഹെയർ ഉള്ള ഒരു ജ്വല്ലറി വെയർ ചെയ്തിട്ടാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ. അപ്പൊ അച്ഛൻ, എനിക്ക് തോന്നുന്നു അച്ഛൻ വിട്ടുപോയിന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചുപോയതാണ്. അയ്യോടാ, അപ്പൊ അവരുടെ ആ ഒരു മെമ്മറിയാണ് ശരിക്കും സോനുഷയിലൂടെ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അല്ലേ? അതെ അതെ. ഓക്കെ, അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് അല്ലേ? അതെ, അവർക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവര് അത് കിട്ടിയപ്പോ. റെസിൻ ആർട്ട് നമ്മളുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവനുള്ള കുറച്ച് മെമ്മറീസ് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ്, നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ്, നമ്മളുടെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പ്രിസർവ് ചെയ്യാണ്. ഇങ്ങനെ ഈ ഒരു ആർട്ടിലേക്ക് എത്തിയിട്ട് എങ്ങനെയാണ് ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? മെസ്സേജസ് വരുമ്പോ ഭയങ്കര ഹാപ്പിയാ. കാരണം ഓരോരുത്തരുടെ നീഡ് വേറെ വേറെ ആയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോ. അങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഹെയറും ഫ്ലവേഴ്സ് അല്ലാണ്ട് വേറെ എന്താണ് സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ളത്? ബ്ലഡ് ചെയ്യും. അതെ. ആണോ? ശരിക്കും റിയലി അങ്ങനെ വന്നിട്ടുണ്ട്? വന്നിട്ടുണ്ട്. 2-3 വർക്ക് ചെയ്തു കൊടുത്തു ഇപ്പൊ. ഓക്കെ, അതെങ്ങനെയാണ്? സ്വന്തം ബ്ലഡ് ആണോ അതോ ഡിയർ വൺസിന്റെ അങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത്? എങ്ങനെയാണത്? ബ്ലഡ്. ഓക്കെ, അപ്പൊ ഒരു ഡ്രോപ്പ് എടുത്തോണ്ട് വരുമോ? സ്വന്തം ബ്ലഡ് കൊടുക്കാൻ വേണ്ടി, ലൈക്ക് അധികം ലവർ ഗിഫ്റ്റ് കൊടുക്കാനാണ് വരുന്നത്. നമ്മുടെ ബ്ലഡ് ഒരു ഡ്രോപ്പ് വെച്ചിട്ട് റിംഗ് ആക്കിയിട്ട് ലവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ബ്ലഡ് വെച്ച് പണ്ട് ലെറ്റർ ഒക്കെ എഴുതിയിരുന്ന പരിപാടി ഇല്ലേ? അതെ അതെ, അതുപോലെ അതിന് പകരം കുറച്ചുകൂടി അതിന്റെ ഒരു മോഡേണൈസ്ഡ് വേർഷൻ ആണ് ഇതല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനത്തെ വിയേർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. പേജ് എനിക്ക് തോന്നുന്നു ബ്ലിങ് ഹോ അങ്ങനെയല്ലേ പേര്? അതെ, ബ്ലിങ് ഹോ. അപ്പൊ ബ്ലിങ് ഹോയിൽ വന്നിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പൊ ഡയറക്റ്റ് ആയിട്ട് സോനുഷനെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ കേരള നമുക്ക് സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഉണ്ട്, വേറെ ലെവലാണ്. അതെ അതെ. എനിക്ക് എന്തായാലും പേജ് ഒരുപാട് ഇഷ്ടപ്പെട്ടു സോനുഷയുടെ. ഒരുപാട് പേര് ഈ പേജിലേക്ക് എത്തട്ടെ, ഒരുപാട് നല്ല മെമ്മറീസ് അവർക്ക് ചെറിഷ് ചെയ്യാനായിട്ട് സോനുഷ ഒരു റീസൺ ആവട്ടെ കേട്ടോ. നല്ലൊരു പേജാണ്, ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കും. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് FM ആണ്. നല്ല മെമ്മറീസ് ഒക്കെ ചെറിഷ് ചെയ്യാൻ നമുക്ക് പറ്റട്ടെ, നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതൊരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് മാറട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് FM ആണ്. നിങ്ങളുടെ കൂടെ RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.